നമസ്കാരം. വാരാന്ത്യ വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പോയ വാരത്തെ പ്രധാന തലക്കെട്ടുകളിലൂടെ. പുഴാതിയിൽ 39ാമത് അഖില ഭാരത ശ്രീമദ് ഭാഗവത സത്രം നടന്നുവരുന്നു. പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ഹൌസ് സർജൻമാർ അനിശ്ചിതകാല പണിമുടക്ക് ആരംഭിച്ചു. തട്ടിപ്പ് നടത്തിയ റോയൽ ട്രാവൻകൂർ ഫെഡറേഷൻ കണ്ണൂർ ബ്രാഞ്ച് നിക്ഷേപകർ ഉപരോധിച്ചു. നവകേരള സദസ്സിൽ കിട്ടിയ പരാതികൾ അലക്ഷ്യമായി കൈകാര്യം ചെയ്യുന്നുവെന്ന് ആക്ഷേപമുയരുന്നു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സ്കീം തൊഴിലാളികളുടെ നേതൃത്വത്തിൽ ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച്. അടുത്ത വർഷം മുതൽ സംസ്ഥാനത്തെ കോർപ്പറേഷനുകളും മുനിസിപ്പാലിറ്റികളും സ്മാർട്ട്. SFI ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം, ജലപീരങ്കി പ്രയോഗം. ദുരിതമൊഴിയാതെ ചിറക്കൽ കുണ്ടൻചാൽ കോളനി നിവാസികൾ. കുടിയിറക്കി 5 കുടുംബങ്ങളും തലചായ്ക്കാൻ ഇടമില്ലാതെ ദുരിതത്തിൽ. കണ്ണൂർ കോർപ്പറേഷൻ ചേലോറ സോണൽ പരിധിയിലെ കുടുംബാരോഗ്യ കേന്ദ്രം കെട്ടിടം ഉദ്ഘാടനം നടന്നു. പലസ്തീനിൽ ഇസ്രായേൽ നടത്തുന്നത് വംശവിവേചനമെന്ന പോളിറ്റ് ബ്യൂറോ അംഗം വൃന്ദ കാരാട്ട്. ചിറക്കലിൽ പോലീസിന് നേരെ വെടിയുതിർത്ത റോഷൻ അറസ്റ്റിൽ. കൊട്ടിയൂരിൽ ചാരായം വാറ്റുകാരൻ എക്സൈസ് കസ്റ്റഡിയിൽ. ചാരായം വാറ്റ് ലക്ഷ്യം ക്രിസ്മസ് ന്യൂ ഇയർ വിപണി. 5 പതിറ്റാണ്ടുകാലത്തെ കോൺഗ്രസ് ബന്ധം ഉപേക്ഷിച്ച് DCC ജനറൽ സെക്രട്ടറി C രഘുനാഥ്. നോക്കാം വിശദമായ വാർത്തകൾ. ചിറക്കൽ പുഴാതി സോമേശ്വരി ക്ഷേത്രത്തിൽ 39ാമത് അഖില ഭാരത ശ്രീമദ് ഭാഗവത സത്രത്തിന് കൊടിയേറി. 12 ദിവസം നീണ്ടു നിൽക്കുന്ന ഭാഗവത സത്രത്തിനാണ് തുടക്കം കുറിച്ചത്. ദ്വാരകാപുരയിലേക്ക് എത്തിച്ച ഗുരുവായൂരപ്പന്റെ തങ്കവിഗ്രഹം സോമേശ്വരി ക്ഷേത്രം തന്ത്രി പന്നിയോട്ടില്ലം മാധവൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ പ്രതിഷ്ഠിച്ചതോടെയാണ് മഹാസത്രത്തിന് തുടക്കമായത്. രാവിലെ കോട്ടയം സൂര്യകാലടിമന സൂര്യൻ ജയസൂര്യൻ നമ്പൂതിരിപ്പാടിന്റെ കാർമ്മികത്വത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം നടന്നു. സാംസ്കാരിക പരിപാടികളുടെ ഉദ്ഘാടനം ഗുരുവായൂർ ഭാഗവത സത്രം സമിതി പ്രസിഡന്റ് K ശിവശങ്കരന്റെ അധ്യക്ഷതയിൽ കഥാകൃത്ത് T പത്മനാഭൻ നിർവഹിച്ചു. തൃശൂർ ശ്രീരാമകൃഷ്ണ ആശ്രമം മഠാധിപതി സ്വാമി ആത്മജാനന്ദ, അമൃതാനന്ദമയി മഠം കണ്ണൂർ മഠാധിപതി സ്വാമി അമൃതകൃപാനന്ദപുരി, സ്വാമി കൈവല്യാനന്ദ സരസ്വതി, സ്വാമി സാധു വിനോദ്, സ്വാമി ആത്മചൈതന്യ, ചിറക്കൽ കോവിലകം വലിയ രാജ, ഉത്രാടം തിരുനാൾ CK രാമവർമ്മ, അഖില ഭാരത അയ്യപ്പ സേവാ സമാജം ദേശീയ ഉപാധ്യക്ഷൻ സ്വാമി അയ്യപ്പദാസ്, സൂര്യകാലടിമന സൂര്യൻ ജയസൂര്യൻ ഭട്ടതിരിപ്പാട് തുടങ്ങിയവർ സംബന്ധിച്ചു. MLA-മാരായ KV സുമേഷ്, രാമചന്ദ്രൻ കടന്നപ്പള്ളി, RSS പ്രാന്തീയ സംഘചാലക അഡ്വക്കേറ്റ് KK ബാലറാം, സത്രം വർക്കിംഗ് ചെയർമാൻ രവീന്ദ്രനാഥ് ചേലേരി, BJP സംസ്ഥാന സെക്രട്ടറി K രഞ്ജിത്ത്, ഭാഗവത സമിതി സെക്രട്ടറി TG പത്മനാഭൻ നായർ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജിഷ, ചിറക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TK സുധി, വാർഡ് മെമ്പർ P പ്രസാദ്, ക്ഷേത്രം ട്രസ്റ്റി ശശിധരൻ തമ്പാൻ, എക്സിക്യൂട്ടീവ് ഓഫീസർ കരിപ്പാൽ ഗംഗാധരൻ നമ്പ്യാർ, രാജീവൻ എളയാവൂർ, ഡോക്ടർ സുമ സുരേഷ്, ജനറൽ കൺവീനർ KV മുരളി മോഹനൻ എന്നിവർ പ്രസംഗിച്ചു. വിരചിതമായ ശ്രീമദ് മഹാഭാഗവതത്തിന് മലയാളത്തിൽ ഒട്ടേറെ പരിഭാഷകൾ ഉണ്ടായിട്ടുണ്ട്. ഇതിൽ ഏറ്റവും മികച്ചതായി കരുതപ്പെടുന്നതും ഏറ്റവും അധികം വിറ്റഴിക്കപ്പെട്ടിട്ടുള്ളതുമായ പുസ്തകം ശ്രീ മുഴങ്ങോട്ടുവിള കൃഷ്ണപിള്ള എഴുതിയ ഭാഗവത പരിഭാഷയാണ്. ഇതിൽ മൂലഗ്രന്ഥവും സംസ്കൃതത്തിൽ മൂലഗ്രന്ഥവും അത്യന്തം ലളിതവും സുന്ദരവുമായ മലയാളത്തിൽ ഇതിൻ്റെ കാവ്യരൂപത്തിലുള്ള മലയാള പരിഭാഷയും ചേർത്തിട്ടാണ് മുഴങ്ങോട്ടുവിള ഈ പുസ്തകം രചിച്ചത്. സംസ്കൃതാനഭിക്തരായ
എത്രയോ ജനങ്ങൾക്ക് ഏറെ ഉപകാരപ്പെട്ടിട്ടുള്ള ഒരു പുസ്തകമാണിത്. എത്രയോ പതിപ്പുകൾ ഇറങ്ങുകയും ചെയ്തിരിക്കുന്നു. രാത്രി ചെറുതാഴം ചന്ദ്രന്മാരാരുടെയും കലാനിലയം ഉദയൻ നമ്പൂതിരിയുടെയും നേതൃത്വത്തിൽ ഇരട്ടത്തായമ്പകയും പുഴാതി ശ്രീരാഗം കലാക്ഷേത്രയുടെ സംഗീതാർച്ചനയും ഉണ്ടായിരുന്നു. കണ്ണൂർ പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ഹൌസ് സർജൻസി ഡോക്ടർമാർ അനിശ്ചിതകാല പണിമുടക്ക് ആരംഭിച്ചു. 2018 ബാച്ചിലുള്ള 90 ഹൌസ് സർജൻമാരാണ് കഴിഞ്ഞ 5 മാസമായി സ്റ്റൈപ്പൻഡ് ലഭിക്കാത്തതിനെ തുടർന്ന് പണിമുടക്കുന്നത്. ഇന്റേൺഷിപ്പ് ജോലി ചെയ്യുന്ന തങ്ങളെ പോലെയുള്ള 2017 ബാച്ചുകാർക്ക് സ്റ്റൈപ്പൻഡ് നൽകുമ്പോഴും ഗവൺമെന്റ് DME-യിൽ നിന്നും അനുമതി ലഭിച്ചാൽ മാത്രമേ 2018 ബാച്ചുകാർക്ക് സ്റ്റൈപ്പൻഡ് നൽകാൻ കഴിയുകയുള്ളൂ എന്നാണ് അധികാരികൾ പറയുന്നതെന്ന് എക്സിക്യൂട്ടീവ് മെമ്പർ ഡോക്ടർ ആമിന അബ്ദുൽ നസീർ പറഞ്ഞു. 2018 ബാച്ചിൽ 2018ലാണ് ഞങ്ങൾ ഇവിടെ അഡ്മിഷൻ എടുത്ത് വരുന്നത്. ഏകദേശം ഒരു 5 മാസം മുന്നേ ഞങ്ങൾ ഹൗസ് സർജൻസി എന്ന് പറഞ്ഞാൽ 4.5 കൊല്ലം പഠിച്ചു കഴിഞ്ഞ് പിന്നെ 1 കൊല്ലം നിർബന്ധമായും ഇവിടെ ജോലി ചെയ്യേണ്ട ഹൗസ് സർജൻസി നമ്മൾ തുടങ്ങിയിട്ട് ഏകദേശം 5 മാസമായി. ഇതിനിടയിൽ നമ്മൾ ഡ്യൂട്ടി ടൈംസ് എന്ന് പറയുന്നത് 12 മണിക്കൂർ, 24 മണിക്കൂർ, 36 മണിക്കൂർ, 48 മണിക്കൂർ നിന്ന് പണിയെടുത്ത് രോഗികളെ പരിചരിച്ചുകൊണ്ടാണ് നമ്മൾ വരുന്നത്. അപ്പം ഇതിനിടയിൽ നമുക്ക് ഒരു ചില്ലിക്കാശ് പോലും ഇതുവരെ ഞങ്ങൾക്ക് സ്റ്റൈപ്പൻഡായിട്ട് ലഭിക്കുന്നില്ല. എല്ലാ ഗവൺമെന്റ് കോളേജിലുള്ള എല്ലാ കുട്ടികൾക്കും നിർബന്ധമായും കിട്ടേണ്ട വേറെ പല കോളേജുകളിലും കിട്ടിക്കൊണ്ടിരിക്കുന്ന സ്റ്റൈപ്പൻഡ് ഞങ്ങൾക്ക് കിട്ടിയിട്ട് 5 മാസമായി. ഒട്ടും ഇതുവരെ ഒരു ചില്ലിക്കാശ് പോലും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. ഞങ്ങളിവിടെ താമസിക്കുന്നത് ഹൗസ് സർജൻസ് ക്വാർട്ടേഴ്സ് എന്ന് പറഞ്ഞിട്ട് വളരെ ഫെസിലിറ്റീസ് ഒക്കെ വളരെ കുറവായിട്ടുള്ള ഒരു തരത്തിലുള്ള ഫുഡും ഒന്നും നമ്മൾക്ക് പ്രൊവൈഡ് ചെയ്യാതെ നമ്മൾ നമ്മുടെ കയ്യിൽ നിന്ന് കാശെടുത്ത് ഞങ്ങളുടെ ഡേ ടു ഡേ കാര്യങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ചെലവാക്കേണ്ട അവസ്ഥയാണ്. അപ്പോൾ ഇതിനിടയിൽ നമ്മൾ പ്രിൻസിപ്പളെ പോയി കണ്ടു. എല്ലാ മാസവും എല്ലാ ആഴ്ചയും നമ്മൾ പ്രിൻസിപ്പളെ പോയി കാണുന്നുണ്ട്. അതിനുശേഷം പ്രിൻസിപ്പളുടെ നിന്നൊരു റെസ്പോൺസ് കിട്ടാത്തതുകൊണ്ട് DME പിന്നെ അതിനുശേഷം ഹെൽത്ത് മിനിസ്റ്ററൊക്കെ പോയി കാണുകയൊക്കെ ചെയ്തിട്ടുണ്ട്. എന്നിട്ടും ഇതിനൊരു പരിഹാരം ഇതുവരെ ആയിട്ടില്ല. ഞങ്ങളുടെ ഗതികേട് കൊണ്ടാണ് ഇന്ന് രോഗപരിചരണം നിർത്തിവെച്ചുകൊണ്ട് ഞങ്ങൾ ഇന്നിവിടെ സമരത്തിന് ഇറങ്ങിയിരിക്കുന്നത്. വിഷയം ആരോഗ്യമന്ത്രിയെ അറിയിക്കുകയും ഉടൻ നടപടി ഉണ്ടാകുമെന്ന് മറുപടി പറഞ്ഞിട്ടും ഫലം കാണാത്തതിനെ തുടർന്നാണ് സമരം. പ്രസിഡന്റ് ഡോക്ടർ സൗരഭ് M. സുധീഷ്, സെക്രട്ടറി ഡോക്ടർ നീരജ കൃഷ്ണൻ എന്നിവർ സമരത്തിന് നേതൃത്വം നൽകി. റോയൽ ട്രാവൻകൂർ ഫെഡറേഷൻ കണ്ണൂർ ബ്രാഞ്ച് നിക്ഷേപകർ ഉപരോധിച്ചു. ഇവരുടെ മറ്റ് ബ്രാഞ്ചുകൾ അടിക്കടി അടച്ചുപൂട്ടുകയും നിക്ഷേപകരുടെ പണം തിരിച്ചു ലഭിക്കാത്തതും ഇതിലും പ്രതിഷേധിച്ചാണ് നിക്ഷേപകർ കണ്ണൂർ ബ്രാഞ്ചിൽ എത്തിയത്. സ്ഥലം പോലീസ് സന്ദർശിച്ചു. കണ്ണൂർ ബ്രാഞ്ചിൽ നിക്ഷേപകർ എത്തിയെങ്കിലും അധികാരപ്പെട്ടവരെ ആർക്കും തന്നെ കാണാൻ സാധിച്ചില്ല. മറ്റ് നിരവധി ബ്രാഞ്ചുകളിലെ നിക്ഷേപകർ ഒന്നായാണ് കണ്ണൂർ ബ്രാഞ്ചിലെത്തിയത്. 5000, 10000 എന്നിങ്ങനെ ഒട്ടനവധി സ്കീമുകളിൽ ഇവിടെ ആളുകൾ പണം നിക്ഷേപിച്ചിട്ടുണ്ട്. പണം തിരികെ ആവശ്യപ്പെടുമ്പോൾ നൽകാമെന്ന് ഉറപ്പു നൽകുന്ന പ്രോമിസിംഗ് ലെറ്റർ നൽകിയിട്ടും പണം ലഭിക്കാത്തവർ ഈ കൂട്ടത്തിലുമുണ്ട്. മറ്റു ബ്രാഞ്ചുകൾ അടച്ചുപൂട്ടിയ സാഹചര്യത്തിൽ പണം തിരികെ ചോദിക്കുമ്പോൾ സമയമാകുമ്പോൾ ലഭിക്കും എന്നാണ് അധികൃതരുടെ മറുപടിയെന്നും നിക്ഷേപകരിൽ ചിലർ പറഞ്ഞു. എൻ്റെ മോൻ്റെയും കൂടിയിട്ട് 13,500. ബന്ധപ്പെട്ടിട്ട് 2 ഡേറ്റ് വന്നിട്ടുണ്ട്. ആ ഡേറ്റിന് ഗൂഗിളിൽ വരുമെന്നാണ് പറഞ്ഞത്. അക്കൗണ്ടിൽ വരുമെന്നാണ് പറഞ്ഞത്. ഇല്ല, ഇന്ന് തന്നതാ ഡേറ്റ്. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. നവകേരള സദസ്സിൽ കിട്ടിയ പരാതികൾ അലക്ഷ്യമായി കൈകാര്യം ചെയ്യുന്നുവെന്ന ആക്ഷേപം. കണ്ണൂരിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് സഹായം തേടിയുള്ള അപേക്ഷ പോലും നടപടിക്കായി അയച്ചത് കോർപ്പറേഷൻ ഓഫീസിലേക്കാണ്. ഇതിലൊന്നും ചെയ്യാനില്ലെന്ന് കണ്ണൂർ കോർപ്പറേഷൻ മേയർ TO മോഹനൻ പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് കണ്ണൂർ ജില്ലയിൽ ഒരുപാട് പരാതികൾ കിട്ടി എന്നാണ് മാധ്യമങ്ങളിലുണ്ടായത്. അപ്പം അതിനുശേഷം ആ പരാതികളൊക്കെ സോർട്ട് ചെയ്തിട്ട് പല കേന്ദ്രങ്ങളിലേക്കും അയച്ചു കൊടുക്കുന്നതായിട്ട് പരിഹരിക്കപ്പെടേണ്ട പ്രശ്നങ്ങൾ അങ്ങനെ തന്നെയാണ് പരിഹരിക്കേണ്ടത്. പക്ഷേ ഇവിടെ ഇപ്പം നോക്കുമ്പോൾ ഇന്നലെ 510, ഇന്ന് ഞാൻ നോക്കുമ്പോൾ 571 പരാതികൾ ഇവിടെ അയച്ചു കിട്ടിയിട്ടുണ്ട്. ആ പരാതികളൊന്ന് നോക്കിയപ്പോൾ അതിനകത്ത് 8ഓളം പരാതികൾ,
അതിൽ കൂടുതലുണ്ടെന്നാണ് പറഞ്ഞത്. ഇപ്പം കയ്യിൽ വന്നത് 8 മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും സാമ്പത്തിക ആനുകൂല്യം ലഭിക്കാൻ വേണ്ടി തന്ന പരാതികളാണ്. ലൈഫ് ഭവന പദ്ധതിയിൽ ഉൾപ്പെടുത്തണം എന്ന് പറഞ്ഞുകൊണ്ട് കിട്ടിയിരിക്കുന്ന 143 അപേക്ഷകൾ 2020 ശേഷം അതിനകത്തൊരു അപേക്ഷ ക്ഷണിച്ചിട്ടില്ല. തീരുമാനമെടുക്കേണ്ടത് സർക്കാരാണ്. അങ്ങനെ കിട്ടിയ പരാതികൾ മുഴുവൻ കോർപ്പറേഷനിലേക്ക് അയച്ചു തന്നിരിക്കുന്നു. അറക്കൽ മ്യൂസിയം നമുക്കറിയാം, ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് കൂടെ അതിന്റെ ശോച്യാവസ്ഥ പരിഹരിക്കാൻ വേണ്ടി മുഖ്യമന്ത്രിക്ക് കൊടുത്ത അല്ലെങ്കിൽ ഈ നവകേരള സദസ്സിൽ കൊടുത്ത പരാതി, ആ പരാതിയും കോർപ്പറേഷനിലേക്ക് അയച്ചു തന്നിട്ടുണ്ട്. എല്ലാ മാസവും കൃത്യമായി പെൻഷൻ തരണം എന്ന് പറഞ്ഞു കൊണ്ടുകൊടുത്ത പരാതി, ആ പരാതിയും കോർപ്പറേഷനിലേക്ക് അയച്ചിട്ടുണ്ട്. പെൻഷൻ അനുവദിച്ച് കിട്ടുന്നതിന് സർക്കാർ ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ള മാനദണ്ഡങ്ങളുണ്ട്. ആ മാനദണ്ഡത്തിനകത്ത് വീട്ടിൽ സ്വന്തമായിട്ട് AC ഉണ്ടെങ്കിൽ കിട്ടില്ല, 2000 സ്ക്വയർ ഫീറ്റിൽ അധികം വിസ്തൃതിയുള്ള വീടാണെങ്കിൽ അവർക്ക് കിട്ടില്ല, അതൊക്കെയാണ്. ആ മാനദണ്ഡത്തിൽ ഇളവ് തന്ന് എനിക്ക് പെൻഷൻ നിഷേധിച്ചത് ശരിയല്ല, അത് ഇളവ് തന്ന് എനിക്ക് പെൻഷൻ കിട്ടാൻ ആവശ്യമായ നടപടി സ്വീകരിക്കണം എന്ന് പറഞ്ഞ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് എന്ന് എഴുതിയിട്ടുള്ള പരാതി, ആ പരാതിയും കോർപ്പറേഷനിലേക്കാണ് അയച്ചു തന്നിരിക്കുന്നത്. അപ്പൊ ഈ നവകേരള സദസ്സ് കൊണ്ട് എന്താണ് ലക്ഷ്യമിടുന്നത്? അവിടെ കിട്ടിയ പരാതികൾ ഇങ്ങനെ 24,000 പരാതി കിട്ടിയെന്നൊക്കെ പറയുന്നു. ദുരിതാശ്വാസ നിധിക്ക് വേണ്ടി അപേക്ഷിച്ച ഒരാളിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ദുരിതത്തിനനുസരിച്ച് ഒരു 10-25,000 രൂപ അവർക്ക് സാമ്പത്തിക സഹായം കൊടുത്താൽ, അതിനനുസരിച്ച തുക അനുവദിച്ചു കൊടുത്താൽ ആ പരാതി അവിടെ പരിഹരിക്കപ്പെടും. ദുരിതാശ്വാസ നിധി എല്ലാ കാലത്തും കൊടുത്തതാണ്. അതുൾപ്പെടെ കോർപ്പറേഷനിലേക്ക് അയച്ചു. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്, ഇത് പൂർണ്ണമായും ഒരു പൊറാട്ട് നാടകമാണ്, ഒരു പ്രഹസനമാണ്. ജനത്തെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും തരും എന്ന് പ്രതീക്ഷ കൊടുക്കുക, ഒന്നും കൊടുക്കാതിരിക്കുക, അങ്ങനെ പിറകെ നടത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നാടകം എന്നതിൽ കവിഞ്ഞ് ഈ നവകേരള സദസ്സ് കൊണ്ട് സാധാരണക്കാരനോ നമ്മുടെ നാടിനോ ഒരു ഗുണവും ഇല്ല. മുഖ്യമന്ത്രി മന്ത്രിമാരും പങ്കെടുത്ത നവകേരള സദസ്സിൽ കണ്ണൂർ ജില്ലയിൽ കിട്ടിയത് 28,801 പരാതികൾ. ഇതിൽ തീർപ്പാക്കിയത് വെറും 133 എണ്ണം. അതിനിടയിലാണ് കോർപ്പറേഷന്റെ പരിധിയിൽ വരാത്ത കേസുകൾ കോർപ്പറേഷന്റെ മുൻപിലെത്തിയത്. പരാതികളിൽ ഒന്നും ചെയ്യാനില്ലാത്തതിനാൽ തിരിച്ചയക്കുകയാണ് കോർപ്പറേഷൻ. തരം തിരിച്ചു നൽകിയതിൽ വരുന്ന പിഴവെന്നാണ് ജില്ലാ ഭരണകൂടത്തിന്റെ വിശദീകരണം. നവകേരള സദസ്സിൽ കണ്ണൂർ, അഴീക്കോട് മണ്ഡലങ്ങളിലായി കിട്ടിയത് 4,857 പരാതികളാണ്. അത് തരം തിരിച്ച് ഓരോ വകുപ്പിലേക്കും അയച്ചു. വകുപ്പുകൾ അതത് ഓഫീസുകളിലേക്കും. അങ്ങനെ കണ്ണൂർ കോർപ്പറേഷനിലെത്തിയത് 514 പരാതികൾ. അതിലാണ് ആക്ഷേപം. കോർപ്പറേഷൻ പരിഹാരം കാണാനാവാത്ത, നഗരസഭയുമായി ഒരു ബന്ധവുമില്ലാത്ത പരാതികളും കൂട്ടത്തിലെത്തി. നഗരസഭാ പരിധിക്ക് പുറത്തുള്ളയാളുടെ പരാതിയും കോർപ്പറേഷൻ ഓഫീസിലേക്ക് അയച്ചിട്ടുണ്ട്. ഇത് നടപ്പിലാക്കാൻ സാധിക്കില്ലെന്ന് കണ്ണൂർ കോർപ്പറേഷൻ മേയർ ടി.ഒ. മോഹനനും പറഞ്ഞു. എല്ലാ പരാതിയിലും പരിഹാരം കണ്ട് പരാതിക്കാരനെ അറിയിച്ച് റിപ്പോർട്ട് നൽകാനാണ് നിർദ്ദേശം. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും പണം കൊടുക്കുന്നതടക്കമുള്ള നടപടി നിർദ്ദേശത്തിൽ കോർപ്പറേഷൻ കൈമലർത്തുന്നു. അതേസമയം പരാതികൾ തരംതിരിച്ചു നൽകിയതിൽ വന്ന മാനുഷിക പിഴവെന്നാണ് ജില്ലാ ഭരണകൂടത്തിന്റെ വിശദീകരണം. വേഗത്തിൽ തീർപ്പാക്കേണ്ടതിനാൽ അതിവേഗത്തിലാണ് പരാതികൾ ബന്ധപ്പെട്ട വകുപ്പുകളിലേക്ക് അയച്ചത്. വിലാസം തെറ്റിവന്നത് തിരിച്ചയച്ചാൽ മതിയെന്നും ജില്ലാ ഭരണകൂടം വ്യക്തമാക്കി. അപ്പോഴും സർക്കാർ സംവിധാനങ്ങൾ ഒന്നാകെ ചലിച്ച് കൗണ്ടറിട്ട് മന്ത്രിസഭ ഒന്നാകെ എത്തിയ വേദിയിൽ വാങ്ങിയ പരാതികൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടാനാണോ എന്ന സംശയമാണ് ബാക്കിയാവുന്നത്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സ്കീം തൊഴിലാളികളുടെ നേതൃത്വത്തിൽ കണ്ണൂർ ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. CITU സംസ്ഥാന സെക്രട്ടറി KP സഹദേവൻ ഉദ്ഘാടനം ചെയ്തു. യോജിച്ചുകൊണ്ടുള്ള ഒരു പ്രക്ഷോഭ സമരമാണ് സംഘടിപ്പിച്ചത്. അതൊരു പുതിയ അനുഭവം. നമുക്കറിയാം, ഇവിടെ അംഗൻവാടി ജീവനക്കാരുടെ സമരങ്ങൾ നടന്നിട്ടുണ്ട്. ആയിരങ്ങൾ പങ്കെടുത്തുകൊണ്ട് സമരങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. ആശാവർക്കർമാർ അവരുടെ പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഇവിടെ സമരം സംഘടിപ്പിച്ചിട്ടുണ്ട്. സ്കൂൾ പാചക തൊഴിലാളികൾ അവരും ആ രീതിയിൽ സമരങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഓരോ മേഖലക്കകത്തുള്ള വ്യത്യസ്ത ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള സമരങ്ങളാണ് അവർ സംഘടിപ്പിച്ചുകൊണ്ടില്ല. ഇപ്പോഴേ ദേശവ്യാപകമായി ഈ മേഖലയിലെ തൊഴിലാളികൾ, ജീവനക്കാരോ ജീവനക്കാരൊന്നും തീരില്ലാത്തവരാണ്.
നിങ്ങളെക്കുറിച്ച് പറയുമ്പോൾ നിങ്ങളിത് ആവശ്യപ്പെട്ട തൊഴിലാളികളായി ഞങ്ങൾ അംഗീകരിക്കണമെന്നാണ്. അപ്പൊ നിങ്ങൾ എന്താണ് വിശേഷിപ്പിക്കുക? നമ്മുടെ രാജ്യം ജീവനക്കാരുണ്ട്, സർക്കാർ ജീവനക്കാർ, കേന്ദ്ര ഗവൺമെന്റ് ജീവനക്കാർ, പൊതുമേഖലാ ജീവനക്കാർ, മറ്റ് തലത്തിൽ ജോലി ചെയ്ത ജീവനക്കാരെന്ന് കാണാൻ വേണ്ടി. നമ്മുടെ രാജ്യത്ത് തൊഴിലാളികളുണ്ട്, കോടിക്കണക്കിന് തൊഴിലാളികളുണ്ട്, പല മേഖലകൾക്ക് ജോലി ചെയ്യുന്ന തൊഴിലാളികളുണ്ട്. തൊഴിലാളികൾ എന്ന രീതിയിലാണ് അവരെ വിശേഷിപ്പിക്കുന്നത്. നിങ്ങൾ അതൊന്നുമല്ല, നിങ്ങൾ സേവനം ചെയ്യേണ്ടവരാണ്. അതാണ് ഇന്ത്യ ഗവൺമെന്റ് പറയുന്നത്, സേവനം ചെയ്യേണ്ടവർ. ഇവിടെ ചൂണ്ടിക്കാണിച്ചല്ലോ. സ്കീം വർക്കർമാരെ സർക്കാർ ജീവനക്കാരായി അംഗീകരിക്കുക, തൊഴിലാളി വിരുദ്ധ ലേബർ കോഡ് പിൻവലിക്കുക, കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി ദ്രോഹ നടപടി അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് സ്കീം തൊഴിലാളികളുടെ നേതൃത്വത്തിൽ കണ്ണൂർ ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. കെ ഭവാനി അധ്യക്ഷത വഹിച്ചു. കെ ലീല, കെ മനോഹരൻ, രജനി മോഹനൻ, കെ അശോകൻ, സി രവീന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. 2024 ജനുവരി 1 മുതൽ സംസ്ഥാനത്തെ കോർപ്പറേഷനുകളിലും മുനിസിപ്പാലിറ്റികളിലും നടപ്പാക്കുന്ന കെ സ്മാർട്ട് വെബ് ആപ്ലിക്കേഷനെ പരിചയപ്പെടുത്തുന്നതിനായി കണ്ണൂർ കോർപ്പറേഷനിൽ പരിശീലന ക്ലാസ് നടത്തി. പരിശീലന പരിപാടി മേയർ ടി ഒ മോഹനൻ ഉദ്ഘാടനം ചെയ്തു. ഇൻഫർമേഷൻ കേരള മിഷൻ ഡെപ്യൂട്ടി ഡയറക്ടറും മുൻ നഗരകാര്യ ജോയിന്റ് ഡയറക്ടറുമായ പി രാധാകൃഷ്ണൻ കെ സ്മാർട്ട് വെബ് ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്തി. അതും കെ സ്മാർട്ടിനെ കൂടെ വരും. അപേക്ഷകളിലേക്ക് ഫോമിൽ കൊടുക്കണമെന്ന് പറയുന്നില്ല, ഡിജിറ്റലായിട്ട് കൊടുക്കാൻ പറ്റും. അങ്ങനെ എന്തും ഡിജിറ്റലായിട്ട് മാറുമ്പോൾ ചില നിയമങ്ങളിൽ മാറ്റം വരണം. പ്രോപ്പർട്ടി ടാക്സിന്റെ കാര്യത്തിലും ബിൽഡിംഗ് റൂൾസിന്റെ കാര്യത്തിലും മാറ്റം വരണം. അത് നമ്മൾ കൊണ്ടുവരാനും സമർത്ഥമാണ്. ഈ റെസിപ്റ്റ് ഇല്ലാതെ ഈ സിസ്റ്റം ഉള്ളതുകൊണ്ട് ആരെങ്കിലും എന്തെങ്കിലും മുനിസിപ്പാലിറ്റി അടച്ചിട്ടുണ്ടെങ്കിൽ, കോർപ്പറേഷൻ അടച്ചിട്ടുണ്ടെങ്കിൽ ആ തുക അദ്ദേഹത്തിന് കണക്കിൽ വരും. അതുപോലെ ഒരു ബൾക്ക് ഒരു ഡിഫറൻറ്റ് ഈ ഹാൻഡിൽ മിഷനായിട്ട് ഫ്രോഡ് പോയിട്ട് ഒരു 10,000 രൂപ കളക്ട് ചെയ്യുന്ന വെച്ചാൽ 10,000 രൂപ അയാൾ കളക്ട് ചെയ്യുന്ന സ്ഥലത്ത് അയാളെ കണക്കിൽ നമ്മുടെ സിസ്റ്റത്തിൽ കാണും. ആദ്യഘട്ടത്തിൽ ലൈസൻസ്, ബിൽഡിംഗ് പെർമിറ്റ്, വസ്തുനികുതി, ധനകാര്യ മാനേജ്മെന്റ്, ഡിജിറ്റൽ ഫയൽ മാനേജ്മെന്റ്, HR മാനേജ്മെന്റ്, പരാതി പരിഹാര മാനേജ്മെന്റ്, ജനന മരണ വിവാഹ രജിസ്ട്രേഷൻ എന്നീ ആപ്ലിക്കേഷനുകളാണ് ജനുവരി 1 മുതൽ വിന്യസിക്കുന്നത്. ഇതിനായുള്ള മൊബൈൽ ആപ്ലിക്കേഷനും തയ്യാറാക്കിയിട്ടുണ്ട്. പൊതുജനങ്ങൾക്ക് സേവനങ്ങൾക്കായുള്ള അപേക്ഷകർ ഓൺലൈൻ മുഖാന്തരം മാത്രമേ നൽകുവാൻ സാധിക്കുകയുള്ളൂ. കെ സ്മാർട്ട് നടപ്പിലാക്കുന്നതോടെ കെട്ടിട നിർമ്മാണ അനുമതിക്കായി നിലവിൽ ഉപയോഗിക്കുന്ന IBPMS അടക്കമുള്ള എല്ലാ വെബ് ആപ്ലിക്കേഷനുകളും ഒഴിവാകുന്നതാണ്. കെ സ്മാർട്ട് വരുന്നതോടുകൂടി പൊതുജനങ്ങൾക്ക് മികച്ച സേവനം നൽകുവാൻ സാധിക്കുമെന്നും മേയർ പറഞ്ഞു. ഡെപ്യൂട്ടി മേയർ കെ ഷബീന ടീച്ചർ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ MP രാജേഷ്, P ഇന്ദിര, സിയാദ് തങ്ങൾ, ഷാഹിന മൊയ്തീൻ, സുരേഷ് ബാബു എളയാവൂർ, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ജസ്വന്ത് എന്നിവർ സംസാരിച്ചു. വകുപ്പ് തലവന്മാരും ജീവനക്കാരും പങ്കെടുത്തു. ജനാധിപത്യത്തെ അട്ടിമറിക്കുന്ന ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ രാജിവെക്കുക, സർവകലാശാലകളെ കാവ്യവൽക്കരിക്കാൻ അനുവദിക്കില്ല എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തി SFI ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഹെഡ് പോസ്റ്റ് ഓഫീസ് മാർച്ച് നടത്തി. പ്രകടനമായി എത്തിയ പ്രവർത്തകർ ബാരിക്കേഡ് തള്ളിമാറ്റാൻ ശ്രമിച്ചതോടെ പോലീസും പ്രവർത്തകരും തമ്മിൽ സംഘർഷം നടന്നു. തുടർന്ന് ജലപീരങ്കി പ്രയോഗിച്ചു. യൂണിവേഴ്സിറ്റികളെ RSSന്റെ ഏജന്റുകളെ സർക്കാർ ചാൻസലറെ നിങ്ങൾക്കെതിരെ ഉയരുന്നു വിദ്യാർത്ഥികളുടെ പ്രതിഷേധം. ഉച്ചയോടെ പ്രകടനമായി എത്തിയ പ്രവർത്തകർ ബാരിക്കേഡും മതിലും മറികടന്ന് പോസ്റ്റ് ഓഫീസ് വളപ്പിൽ പ്രവേശിച്ചു. മതിൽ കടക്കാൻ ശ്രമിച്ച ചിലരെ പോലീസ് തടഞ്ഞുവെച്ചു. തുടർന്ന് പ്രവർത്തകർ ബാരിക്കേഡ് കടക്കാൻ തുനിഞ്ഞതോടെയാണ് പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചത്. ഇതോടെ പ്രവർത്തകർ പിന്തിരിഞ്ഞു. മുദ്രാവാക്യം വിളിയുമായി നിലയുറപ്പിച്ചവരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. SFI ബുധനാഴ്ച സംസ്ഥാന വ്യാപകമായി പഠിപ്പ് മുടക്കി നടത്തുന്ന രാജ്ഭവൻ മാർച്ചിനോടനുബന്ധിച്ചായിരുന്നു ഹെഡ് പോസ്റ്റ് ഓഫീസ് മാർച്ച് നടത്തിയത്. ഉന്നത വിദ്യാഭ്യാസ മേഖലയെ RSS കാവ്യവത്കരിക്കാൻ ഗവർണർ ശ്രമിക്കുന്നുവെന്ന് ഭാരവാഹികൾ ആരോപിച്ചു. PS സഞ്ജീവ്, വിഷ്ണുപ്രസാദ് തുടങ്ങിയവർ മാർച്ചിന് നേതൃത്വം നൽകി. ചിറക്കൽ ഗ്രാമപഞ്ചായത്തിലെ 14-ാം വാർഡിൽ ചിറക്കൽ പുഴാതി കുണ്ടൻചാൽ കോളനിയിൽ നിന്നും അധികൃതർ കുടിയിറക്കിയ 5 കുടുംബങ്ങൾ ദുരിതത്തിൽ. തലചായ്ക്കാൻ ഒരിടത്തിനു വേണ്ടി നെട്ടോട്ടമോടുകയാണ് കോളനിവാസികൾ. ഇപ്പോൾ അധികൃതർ നിസ്സംഗത തുടരുകയാണെങ്കിൽ ചിറക്കൽ പഞ്ചായത്തിനു മുന്നിൽ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ കുടിൽ കെട്ടി സമരം നടത്തുമെന്നും ഇവർ അറിയിച്ചു. 5 കുടുംബങ്ങളാണ് ഇപ്പം വാടക നിൽക്കുന്നത്. നമുക്ക് വാടക കൊടുക്കാം 8,000 രൂപ. 5 കുടുംബങ്ങൾ നിർബന്ധപൂർവ്വം മാറ്റിപ്പിച്ച, അതായത് ഈ മണ്ണിടിച്ചൽ
വളരെ ഇതായതുകൊണ്ട് അവരെ വീടുകളൊക്കെ ചുമരുകളൊക്കെ വിണ്ട് കീറി മുഴുവൻ ഒരു വിധത്തിലും താമസയോഗ്യമല്ല എന്ന് മനുഷ്യാവകാശ കമ്മീഷൻ തന്നെ സ്വന്തം വീട്, അതായത് പട്ടയ ഭൂമിയാണ്, പട്ടയം ലഭിച്ച ഭൂമിയിലുള്ള വളരെ ചെറിയ വീടുകളാണ്. ഇതിൻ്റെ അവസ്ഥ മനുഷ്യാവകാശ കമ്മീഷൻ നേരിട്ട് മനസ്സിലാക്കിയിട്ടാണ് പറഞ്ഞത്. മാത്രമല്ല അന്ന് NIT സംഘത്തിനോട് ഇതിൻ്റെ സ്ഥല പരിശോധന നടത്താനും ആവശ്യപ്പെട്ടിരുന്നു. അവരുടെ ശാസ്ത്രീയ പഠന റിപ്പോർട്ടാണ് ഈ സ്ഥലത്ത് താമസയോഗ്യമല്ല എന്നുള്ളത്. അവരുടെ ശാസ്ത്രീയമായ പഠന റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം സംവിധാനം ആലോചിച്ചിട്ടുള്ളത്. നമ്മൾ റവന്യൂ മന്ത്രിയുടെ അടുത്തും പരാതി കൊടുത്തു. അദ്ദേഹം സുമേഷ് MLA, നമ്മുടെ MLA സുമേഷാണ്, സുമേഷ് MLAയുടെ അടുത്തും ഈ പരാതി പറഞ്ഞതാണ്. അദ്ദേഹം നിയമസഭയിൽ സബ്മിഷനായിട്ട് ഈ വിഷയം ഉന്നയിക്കുകയും ചെയ്തു. എത്രയും പെട്ടെന്ന് പുനരധിവാസം സാധ്യമാക്കുമെന്ന് റവന്യൂ മന്ത്രി സുമേഷ് MLAയോട് നിയമസഭയിൽ പറഞ്ഞിട്ടുമുണ്ട്. പക്ഷേ എങ്കിലും അതിനുശേഷമുള്ള യാതൊരു നടപടിയും, വളരെ സാധാരണക്കാരായ ഇവർക്ക് മറ്റ് സ്ഥലത്തുള്ള ആളുകളെ കാണുന്നത് പോലെ ഇവരെ കണ്ട്, പ്രത്യേകിച്ച് കോളനി നിവാസികളായതുകൊണ്ട് ആ രീതിയിൽ വരുമ്പോൾ ഇനി മുന്നോട്ടുള്ള മാർഗം വളരെ ദുസ്സഹമായിരിക്കുന്ന സാഹചര്യമാണ്. അതുകൊണ്ടാണ് ഇത്തരത്തിൽ നമ്മൾ ബന്ധപ്പെട്ട അധികാരികളുടെ അടുത്ത് കൂടുതൽ സമ്മർദ്ദം ചെലുത്തേണ്ടതായി വരുന്നത്. മണ്ണിടിച്ചൽ ഭീഷണി കാരണമാണ് അധികൃതർ ഈ കുടുംബങ്ങളെ വീട്ടിൽ നിന്നും ഇറക്കിവിട്ടത്. 2 വർഷത്തിനിടെ 3 മാസത്തേക്ക് മാത്രമാണ് വാടക ചിറക്കൽ പഞ്ചായത്ത് നൽകിയത്. ഇപ്പോൾ 6500 മുതൽ 8000 രൂപ വരെ മാസ വാടക നൽകിയാണ് കുടുംബം കഴിയുന്നത്. അധികൃതർ നിസ്സംഗത തുടരുകയാണെങ്കിൽ ചിറക്കൽ പഞ്ചായത്തിന് മുന്നിൽ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ കുടിൽ കെട്ടി സമരം നടത്തുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. 35 കുടുംബങ്ങളാണ് മണ്ണിടിച്ചൽ കാരണം ദുരിതം അനുഭവിക്കുന്നത്. ഇതിൽ 8 കുടുംബങ്ങളോടാണ് വീട് മാറാൻ അധികൃതർ നിർദ്ദേശിച്ചിട്ടുള്ളത്. ഇതുപ്രകാരം 5 കുടുംബമാണ് വാടക വീട്ടിലേക്ക് താമസം മാറിയത്. വാർത്താ സമ്മേളനത്തിൽ EM ബിന്ദു, K ജയശ്രീ, A സരസ, P ശിഷേജ്, TK ബാബു തുടങ്ങിയവർ പങ്കെടുത്തു. വാരാന്ത്യത്തിൽ ഇനിയൊരു ഇടവേള. മധുര പാരമ്പര്യത്തിന് കയ്യൊപ്പ് ചാർത്തി കണ്ണൂരിന്റെ സ്വന്തം കൂൾലാൻഡ്. ഐസ്ക്രീമുകളും ഫലൂദയും ഫ്രഷ് ജ്യൂസുകളും ആസ്വദിച്ച് കഴിക്കാൻ ഒരിടം. കൂൾലാൻഡ്, സ്റ്റേഡിയം ബിൽഡിംഗ്, കണ്ണൂർ. കേരളത്തിലെ നമ്പർ 1 ഫാഷൻ ഡിസൈനിങ് ആൻഡ് കോസ്മെറ്റോളജി കോളേജ് GITDയിൽ SSLC +2 കഴിഞ്ഞവർക്ക് ഉടൻ ജോലി ലഭിക്കുന്ന കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. BSc ഇൻ ഫാഷൻ ഡിസൈനിങ്, പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിങ്, അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിങ് ആൻഡ് ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിങ്. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പരിശീലനം, മിതമായ ഫീസ്. പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി, അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി ആൻഡ് ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പ്രീ പ്രൈമറി ടീച്ചർ ട്രെയിനിംഗ് കോഴ്സ്. എല്ലാ വർഷവും നടന്നുവരുന്ന ഡിസൈനർ ഷോ GITDയുടെ മാത്രം പ്രത്യേകതയാണ്. GITD, എന്റെ അഭിമാനം, എന്റെ മേൽവിലാസം. മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ്, കണ്ണൂർ. AVK നായർ റോഡ്, തലശ്ശേരി. MO റോഡ്, തൃശൂർ. MMR കാറ്ററിംഗ് ആൻഡ് ഇവന്റ്സ്, കണ്ണൂർ. വിശേഷാവസരങ്ങൾക്ക് സ്വാദിഷ്ട നാടൻ സദ്യയും വെജ്, നോൺ വെജ് വിഭവങ്ങളും. ഓർഡർ അനുസരിച്ച് ഡോർ ഡെലിവറി.
MMR Catering and Events, Kannur. ഗവൺമെന്റ് അംഗീകാരത്തോടെ കൃത്രിമ രുചി കൂട്ടിച്ചേരാത്ത ഭക്ഷ്യവിഭവങ്ങൾ, ഹൃദ്യമായ സർവീസ്, 50 വർഷത്തെ അനുഭവ പരിചയമുള്ള പാചക വിദഗ്ധരുടെ കൈപുണ്യം. തലശ്ശേരി, കൂത്തുപറമ്പ്, തളിപ്പറമ്പ്, കണ്ണൂർ തുടങ്ങിയ പ്രദേശങ്ങളിൽ ഞങ്ങളുടെ സേവനം ലഭ്യമാണ്. MMR Catering, KSEBക്ക് സമീപം, താഴെ ചൊവ്വ, കണ്ണൂർ. കോൺടാക്ട് നമ്പർ 9744 323436. വാർത്തകൾ തുടരുന്നു. കണ്ണൂർ കോർപ്പറേഷൻ ചേലോറ സോണൽ പരിധിയിൽ സ്ഥിതി ചെയ്യുന്ന കുടുംബാരോഗ്യ കേന്ദ്രത്തിനായി നിർമ്മിച്ച പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്തു. OP ആൻഡ് ഫാർമസി ബ്ലോക്കിന്റെ ഉദ്ഘാടനം മേയർ അഡ്വക്കേറ്റ് ടി.ഒ. മോഹനൻ നിർവഹിച്ചു. ഇമ്മ്യൂണൈസേഷൻ ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ബ്ലോക്ക് ഉദ്ഘാടനം രാമചന്ദ്രൻ കടന്നപ്പള്ളി MLA നിർവഹിച്ചു. കോർപ്പറേഷന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 50 ലക്ഷം രൂപ ചെലവഴിച്ചാണ് കെട്ടിടത്തിന്റെ താഴത്തെ നില നിർമ്മിച്ചിരിക്കുന്നത്. താഴത്തെ നിലയിൽ OP റൂം, ലാബ്, ഫാർമസി, ഒബ്സർവേഷൻ റൂം എന്നിവയാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. കണ്ണൂർ MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 75 ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ടാണ് ഒന്നാം നില നിർമ്മിച്ചിരിക്കുന്നത്. ഇതിൽ അഡ്മിനിസ്ട്രേഷൻ ഓഫീസ്, കോൺഫറൻസ് ഹാൾ, ഇമ്മ്യൂണൈസേഷൻ ഫീൽഡ് എന്നിവ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. NHM ഫണ്ട് ഉപയോഗിച്ച് 15 ലക്ഷം രൂപ ചെലവഴിച്ചാണ് കെട്ടിടത്തിന്റെ മറ്റു പണികൾ പൂർത്തീകരിച്ച് സമീപ ഭാവിയിൽ തന്നെ ഇത് ഫാമിലി ഹെൽത്ത് സെന്ററായി ഉയർത്താനുള്ള നടപടിയും സ്വീകരിച്ചിട്ടുണ്ട്. അതോടെ സായാഹ്ന OP സൗകര്യവും നിലവിൽ വരികയും ജനങ്ങൾക്ക് കൂടുതൽ സൗകര്യപ്രദമാവുകയും ചെയ്യും. അനുബന്ധ മറ്റ് പ്രവർത്തനങ്ങളായാലും അതിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്ന ഒരു മേഖല ആരോഗ്യ മേഖല തന്നെയാണ്. ഇപ്പോൾ നമ്മൾ ഏകദേശം 45 ലക്ഷത്തോളം അധികം 40 ലക്ഷത്തോളം രൂപ ചെലവഴിച്ചുകൊണ്ടാണ് ആറ്റടപ്പൂരിലെ ഡയാലിസിസ് സെന്റർ പ്രവർത്തിപ്പിക്കുന്നത്. അത് പ്രവർത്തിപ്പിക്കാനുള്ള ചെലവാണ്. ഒരു മാസം ഏകദേശം 2 ലക്ഷത്തോളം രൂപ ശമ്പളം അത് തനത് ഫണ്ടിൽ നിന്ന് കൊടുത്തുകൊണ്ടാണ് ആ കാര്യങ്ങൾ നിർവഹിച്ചു കൊണ്ടുപോകുന്നത്. ഇപ്പം നമുക്ക് ഒരു ഡയാലിസിസ് സെന്റർ സ്വന്തമായിട്ട് ഉണ്ടാവുക എന്ന് പറയുന്നത് നല്ല കാര്യം. ചടങ്ങിൽ ഡെപ്യൂട്ടി മേയർ കെ ഷബീന ടീച്ചർ അധ്യക്ഷത വഹിച്ചു. കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ഷമീമ ടീച്ചർ, MP രാജേഷ്, അഡ്വക്കേറ്റ് പി ഇന്ദിര, ഷാഹിന മൊയ്തീൻ, സുരേഷ് ബാബു എളിയാവൂർ, കൌൺസിലർമാരായ കെ പ്രദീപൻ, A ഉമൈബ, ശ്രീജ ആരംഭൻ, PK ശ്രീലത, മിനി അനിൽകുമാർ, K നിർമ്മല, KP രജനി, വിവിധ പാർട്ടി പ്രതിനിധികളായ ലക്ഷ്മണൻ തുണ്ടിക്കോത്ത്, MP ഭാസ്കരൻ, കുഞ്ഞിലത്ത് ലക്ഷ്മണൻ, NP ഷാജു, KP ദിലീപ്, ഡോക്ടർ അനിൽകുമാർ, ഡോക്ടർ ധന്യ S തുടങ്ങിയവർ സംസാരിച്ചു. പലസ്തീനിൽ ഇസ്രായേൽ നടത്തുന്നത് വംശവിവേചനവും വംശഹത്യയുമെന്ന് CPM പോളിറ്റ് ബ്യൂറോ അംഗം ബൃന്ദ കാരാട്ട് പറഞ്ഞു. കളക്ടറേറ്റ് മൈതാനിയിൽ പലസ്തീൻ ഐക്യദാർഢ്യ സമിതി സംഘടിപ്പിച്ച റാലി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. സാമ്രാജ്യത്വ സിയോണിസ്റ്റ് ശക്തികളാണ് ഗാസയിലും വെസ്റ്റ് ബാങ്കിലും നിരപരാധികളെ കൊന്നൊടുക്കുന്നത്. അതിനെതിരെ ഇവിടെ കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകയിൽ പ്രതിഷേധം സംഘടിപ്പിക്കാൻ പോലും കഴിയുന്നില്ലെന്നും ബൃന്ദ കാരാട്ട് ആരോപിച്ചു. We are gathered here today to raise with one voice, a united voice, stop the genocide against Gaza, stop the mass killing of the Palestinian people. We are clear. This is not a war. It is nothing but human genocide by the Israeli government Zionists. Our demand, immediate ceasefire. Our demand, end the occupation of Palestine. This is why we have gathered here in Kannur today. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ സെക്രട്ടറി MV ജയരാജൻ അധ്യക്ഷത വഹിച്ചു. മൊയ്തൂൻ നിസാമി, NP N അലി അബ്ദുള്ള, ഹുസൈൻ മടവൂർ, ഫസൽ ഗഫൂർ, പ്രകാശൻ മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു.
ചിറക്കലിൽ പോലീസിന് നേരെ വെടിവെച്ച സംഭവത്തിൽ വധശ്രമ കേസിൽ പ്രതി കൂടിയായ റോഷൻ അറസ്റ്റിൽ. ഒളിവിൽ കഴിയുകയായിരുന്ന പ്രതിയെ എറണാകുളത്ത് വെച്ച് വളപട്ടണം എസ്ഐമാരായ എ നിധിൻ, പി ഉണ്ണികൃഷ്ണൻ, ASI ഷാജി, കിരൺ എന്നിവർ ചേർന്നാണ് പിടികൂടിയത്. കഴിഞ്ഞ നവംബർ 3 രാത്രിയിലായിരുന്നു കേസിനാസ്പദമായ വെടിവെപ്പ് നടന്നത്. റോഷനെ പിടികൂടാൻ വീട്ടിലെത്തിയപ്പോൾ അച്ഛൻ ബാബു ഉമ്മൻ തോമസ് പോലീസിന് നേരെ വെടിയുതിർക്കുകയായിരുന്നു. കഴിഞ്ഞ നവംബർ 3 രാത്രിയിലായിരുന്നു കേസിനാസ്പദമായ സംഭവം നടന്നത്. വധശ്രമ കേസിലെ പ്രതിയായ മകൻ റോഷനെ തേടിയെത്തിയപ്പോഴായിരുന്നു ബാബു ഉമ്മൻ തോമസ് പോലീസിന് നേരെ വെടിയുതിർത്തത്. തുടർന്ന് ഒളിവിൽ പോയ റോഷനു വേണ്ടി വളപട്ടണം പോലീസ് അന്വേഷണം നടത്തി വരികയായിരുന്നു. 1 മാസമായി ഒളിവിൽ കഴിഞ്ഞു വരുന്നതിനിടെ എറണാകുളത്ത് വെച്ച് ഇപ്പോൾ പിടിയിലാവുകയായിരുന്നു. പോലീസിന് നേരെ വെടിയുതിർത്ത സംഭവത്തിൽ ഡോക്ടർ ബാബു ഉമ്മൻ തോമസിന്റെ തോക്കിന്റെ ലൈസൻസ് റദ്ദാക്കുകയും ചെയ്തിട്ടുണ്ട്. കൊട്ടിയൂർ വന്യജീവി സങ്കേതത്തിന് സമീപം വീട്ടുവളപ്പിൽ ചാരായ നിർമ്മാണം നടത്തിയ ആൾക്കെതിരെ പേരാവൂർ എക്സൈസ് കേസെടുത്തു. കൊട്ടിയൂർ പന്നിയാമല സ്വദേശി കരിപ്പനാട്ട് വീട്ടിൽ മോഹനെതിരെയാണ് എക്സൈസ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തത്. ഇയാളിൽ നിന്നും 50 ലിറ്റർ വാഷും 4 ലിറ്റർ ചാരായവും പിടികൂടി. ചാരായ നിർമ്മാണത്തിനിടെ ഓടിപ്പോയ കൊട്ടിയൂർ പന്നിയാൻമല സ്വദേശി കരിപ്പനാട്ട് വീട്ടിൽ മോഹനൻ എന്നയാൾക്കെതിരെയാണ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം അബ്കാരി ആക്ട് പ്രകാരവും കേസെടുത്തത്. റെയ്ഡിൽ ഇയാളുടെ വീട്ടിൽ നിന്നും 50 ലിറ്ററിന്റെ പ്ലാസ്റ്റിക് ബാരൽ നിറയെ ചാരായം വാറ്റാൻ പാകപ്പെടുത്തിയ വാഷും 5 ലിറ്റർ ഉൾക്കൊള്ളുന്ന കന്നാസിൽ വിൽപ്പനയ്ക്കായി തയ്യാറാക്കി വെച്ച 4 ലിറ്റർ ചാരായവും പിടിച്ചെടുത്തിട്ടുണ്ട്. ക്രിസ്തുമസ് ന്യൂ ഇയർ കാലത്ത് മലയോര മേഖലയിൽ ചാരായം ഒഴുക്കാനുള്ള പ്രതിയുടെ നീക്കമാണ് രഹസ്യവിവരത്തെ തുടർന്ന് നടത്തിയ റെയ്ഡിൽ എക്സൈസ് തകർത്തത്. പ്രിവന്റീവ് ഓഫീസർ MB സുരേഷ് ബാബുവിന്റെ നേതൃത്വത്തിൽ നടന്ന റെയ്ഡിൽ പ്രിവന്റീവ് ഓഫീസർ N പത്മരാജൻ, പ്രിവന്റീവ് ഓഫീസർ ഗ്രേഡ് ബാബുമോൻ ഫ്രാൻസിസ്, സിവിൽ എക്സൈസ് ഓഫീസർമാരായ PS ശിവദാസൻ, സിനോജ് V, അജേഷ് SV, വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ കാവ്യ വാസു എന്നിവരും പങ്കെടുത്തു. 5 പതിറ്റാണ്ട് കാലത്തെ കോൺഗ്രസ് ബന്ധം ഉപേക്ഷിക്കുകയാണെന്ന് മുൻ KPCC അംഗവും DCC ജനറൽ സെക്രട്ടറിയുമായ രഘുനാഥ് മാധ്യമങ്ങളോട് പറഞ്ഞു. കോൺഗ്രസിനെ നയിക്കുന്നത് വകതിരിവില്ലാത്തവരാണെന്നും ഇത് കാരണമാണ് കോൺഗ്രസ് വിടുന്നതെന്നും C. രഘുനാഥ് പറഞ്ഞു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയനെതിരെ UDF സ്ഥാനാർത്ഥിയായി മത്സരിച്ചിരുന്നു C. രഘുനാഥ്. വെള്ളിയാഴ്ച SN പാർക്ക് റോഡിലെ വീട്ടിൽ മാധ്യമ പ്രവർത്തകരോടാണ് താൻ രാജിവെക്കുന്ന കാര്യം രഘുനാഥ് വെളിപ്പെടുത്തിയത്. DCC ഇന്ന് നയിക്കുന്നത് പക്വതയും വിവരവും വിവേകവും വകതിരിവും സംസ്കാരവും ഇല്ലാത്തവരാണെന്നും DCC ജനറൽ സെക്രട്ടറിയായ ഞാൻ യോഗത്തിൽ പങ്കെടുക്കാൻ ഓഫീസിലെത്തിയപ്പോൾ തനിക്കുനേരെ കയ്യേറ്റ ശ്രമം ഉണ്ടായതായും രഘുനാഥ് വെളിപ്പെടുത്തി. പഴയ കോൺഗ്രസ് അല്ല ഇപ്പോഴത്തെ കോൺഗ്രസ്. പാർട്ടിയുടെ DNA എല്ലാ അർത്ഥത്തിലും മാറിക്കഴിഞ്ഞു. ഈ സാഹചര്യത്തിൽ ഇനിയും പാർട്ടിയിൽ തുടരുന്നത് ശരിയല്ലെന്നാണ് തന്റെ മനസാക്ഷി പറയുന്നതെന്നും രഘുനാഥ് കൂട്ടിച്ചേർത്തു. എവിടെയാണെന്ന് അന്വേഷിക്കാൻ തയ്യാറാകാത്ത ഒരു DCC നേതൃത്വമാണ് കഴിഞ്ഞ 2.5 വർഷക്കാലമായി കണ്ണൂരിൽ നിൽക്കുന്നത്. ഞാൻ അവരെ ആരുടെയും വ്യക്തിപരമായ രാഷ്ട്രീയ ശത്രുവല്ല. വയസ്സ് 65 കഴിഞ്ഞിരിക്കുന്ന ഒരാളാണ് ഞാൻ. രാഷ്ട്രീയത്തിൽ അവരുടെ ആരുടെയും തന്നെ ഒരു ഭീഷണിയുമല്ല ഞാൻ. പക്ഷെ ബോധപൂർവമായ ഒരു ശ്രമം കണ്ണൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ഭാഗത്ത് നിന്ന് എന്നെ മാറ്റി നിർത്താൻ കഴിഞ്ഞ 2.5 വർഷക്കാലമായിട്ടുണ്ട് എന്നുള്ളതാണ് ഏറെ വേദനയോടുകൂടി ഞാൻ അതിനെ നോക്കിക്കാണുന്നത്. ഇപ്പൊ പെട്ടെന്ന് ഇങ്ങനെ ഒരു തീരുമാനമെടുക്കുന്നതിനെ കുറിച്ച് നിങ്ങൾ ചിലപ്പോൾ ആലോചിക്കുന്നുണ്ടാവും. കഴിഞ്ഞ ആഴ്ചയാണ് ധർമ്മട നിയോജകമണ്ഡലത്തിൽ UDFന്റെ ജനവിചാരണ സദസ്സ് നടന്നത്. പിണറായി വിജയനെതിരെ കോൺഗ്രസിന് വേണ്ടി സ്ഥാനാർത്ഥിയായി മത്സരിച്ച, UDFന് വേണ്ടി സ്ഥാനാർത്ഥിയായി മത്സരിച്ച എന്നെ ഒരു വാക്കിലൂടെയോ ഫോൺ കോളിലൂടെയോ വിളിച്ച് ആ പരിപാടിയുടെ ഭാഗമാകണമെന്ന് UDFന്റെ ജില്ലാ നേതൃത്വമോ സംസ്ഥാന നേതൃത്വമോ അല്ല DCCയോ ബ്ലോക്ക് കമ്മിറ്റിയോ എന്നോട് ആവശ്യപ്പെട്ടില്ല എന്നതാണ് എനിക്കേറെ ദുഃഖകരം. പിണറായി വിജയനെതിരെ ഒരു വിചാരണ സദസ്സ് ധർമ്മടത്ത് നടക്കുമ്പോൾ, അത് മമ്പലത്ത് നടക്കുമ്പോൾ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച് എന്നെ പോലെയുള്ളവരെ മാറ്റി നിർത്തണമെന്ന് കോൺഗ്രസിന്റെ നേതാക്കന്മാർ തീരുമാനിച്ചാൽ പിന്നെ കോൺഗ്രസിനകത്ത് എന്റെ സ്ഥാനം എന്താണ് എന്നുള്ള ചോദ്യം എന്റെ മുന്നിൽ അവശേഷിക്കുകയാണ്. ആ ഒരു സാഹചര്യത്തിലാണ് ഞാൻ ഇതുപോലെ ഒരു തീരുമാനമെടുത്ത് നിങ്ങളുടെ മുന്നിൽ വരുന്നത്. ആരെയും വ്യക്തിപരമായി വിമർശിക്കാനില്ല. പാർട്ടിയിൽ ഗ്രൂപ്പ് അവസാനിക്കുമെന്ന് പറഞ്ഞിട്ട് ഇന്ന് ഗ്രൂപ്പുകളുടെ എണ്ണം 5ആയി. കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനിൽ KPCCയുടെ ഭാഗത്തു നിന്ന് അവഗണനയുമുണ്ടായി. കുറച്ചുകാലമായി ജില്ലാ നേതൃത്വവുമായി അഭിപ്രായ ഭിന്നതയുമുണ്ട്. ഒരു പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കുമ്പോൾ പുതിയ പ്രശ്നത്തെ സൃഷ്ടിക്കാനാണ് അവർ എന്നും ശ്രമിച്ചത്. കോർപ്പറേഷൻ ഭരണത്തിൽ സുതാര്യതയില്ലെന്ന് ഞാൻ തുറന്നു പറഞ്ഞിരുന്നു. അതോടെയാണ് അവർക്ക് താൻ കണ്ണിലെ കരടായി മാറിയതെന്നും രഘുനാഥ് മാധ്യമങ്ങളോട് പറഞ്ഞു. ഇതോടെ വാരാന്ത്യം പൂർണ്ണമാകുന്നു. നമസ്കാരം.